നിന്റെ ലക്ഷ്യം വലുതാകുന്നതോറും ശത്രുക്കൾ കൂടുതലായിരിക്കും. നിന്റെ ദർശനം വലുതാകുന്നതോറും എതിർക്കുന്നവർ കൂടുതലായിരിക്കും. നിന്റെ വെളിപ്പാട് നീ പറഞ്ഞു കഴിയുമ്പോഴേ നിന്നെ കൊല്ലാൻ അവർ തീരുമാനിക്കും. സ്വന്തം ചേട്ടന്മാര് പറഞ്ഞു ഇവനെ കൊല്ലാം. എന്നിട്ട് അവന്റെ സ്വപ്നം എങ്ങനെ നടക്കുമെന്നറിയാം. ഇവനോടല്ല വിരോധം, ഇവൻ കണ്ട സ്വപ്നത്തോടാണ്. നിന്നോടല്ല വിരോധം, നിന്റെ അകത്തിരിക്കുന്ന ദൈവറവയ്ക്കെതിരെയാണ് പോരാടുന്നത്. നിന്റെ ദർശനത്തിനെതിരെയാണ് പോരാടുന്നത്. കൽത്തുറങ്ങിൽ കിടക്കുകയാണ് 17 വയസ്സ് മുതൽ 30 വയസ്സ് വരെ. ഒരു ചെറുപ്പക്കാരന്റെ ഏറ്റവും നല്ല പ്രായം, ഏറ്റവും ജീവിക്കേണ്ട പ്രായം അവൻ കൽത്തുറങ്ങിൽ, അന്നത്തെ വളരെ കിരാതമായി കൽത്തുറങ്ങിൽ കായലെ ചങ്ങലയിട്ട് കിടക്കുക. തലമുടി വളർന്ന് വസ്ത്രങ്ങൾ മാറാൻ കഴിയാതെ, കുളിക്കാൻ വെള്ളം ലഭിക്കാതെ, നരകയാത്ര അനുഭവിച്ച് കിടക്കുമ്പോൾ ഒറ്റ കാര്യം അവന്റെ മനസ്സിലുള്ളൂ, ഒരു സ്വപ്നമുണ്ടല്ലോ, ഒരു സ്വപ്നമുണ്ടല്ലോ. യോസേഫേ, നിനക്ക് എന്തെങ്കിലും ഭാവിയുണ്ടോ? മറ്റാരും ഇവിടെ ഇല്ല. ഇവിടെ കിടന്നാൽ കുറച്ചുകൂടെ കഴിയുമ്പോൾ ചത്തുപോകും. 30 വയസ്സായില്ലേ, ഇനി കുറെ നാളിവിടെ കാണും. കൽത്തുറങ്ങാൻ ഇവനെ ആര് കുടിപ്പിക്കാനും പാസ്പോർട്ടുമില്ല, വിസയും ഇല്ല, ഇവനെ സഹായിക്കാൻ ഒറ്റ ആളുമില്ല. ഇവിടെ കിടന്ന് മരിക്കും. അതാ ലോകത്തിന്റെ ചിന്ത, അതാ അവര് നിന്നെ കുറിച്ച് വരയ്ക്കുന്നത്. നിന്റെ സ്ഥിതി മാറ്റാൻ എന്റെ ദൈവത്തിന് ഒറ്റ നിമിഷം കൊണ്ട് നിന്റെ സ്ഥിതി മാറ്റാൻ ദൈവത്തിന് കഴിയും.